നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സ്വാതി മോളെ ഇവിടെ നിൽക്ക്. വാ സഞ്ജുട്ടാ. ഇപ്പോ സഞ്ജുവിന്റെ സ്നേഹം ആരോടാണെന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്റെ സ്നേഹം ആരോടാന്നോ? എന്താ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ അതൊന്നും പറഞ്ഞ നേരം കളയണ്ട. നീ കേക്ക് മുറിക്കാൻ നോക്ക്. ചടങ്ങ് നടക്കട്ടെ. സഞ്ജുട്ടാ ദേ കേക്ക് മുറിക്ക. സ്വാതി, നീ എന്താ അവിടെ നിൽക്കുന്നത്? വാ വന്നേ. ചെല്ലു മോളെ, ഇവിടെ വന്ന് നിൽക്ക്. ചെല്ലു മോളെ. എന്നാ നമുക്ക് കേക്ക് മുറിക്കാം. ഇനിയും വൈകണ്ട സഞ്ജുട്ടാ. സ്വാതി, കഴിക്ക് സഞ്ജുട്ടാ. സ്വാതി. അയ്യോ, സ്വാതി, സ്വാതി എന്താ ഇത്? അപ്പൊ സഞ്ജുവിന്റെ സ്നേഹം എന്നോടല്ല, ഇവളോടാ. ആഘോഷിക്ക്, ഇവളെ വെച്ച് തന്നെ ആഘോഷിക്ക്. ബർത്ത്ഡേ മാത്രമല്ല, ഇനിയുള്ള ജീവിതം അങ്ങനെ മതി. ഈശ്വര, എന്തിനാ ഇനി ഞാനിവിടെ? വേസ്റ്റ്, വെറും വേസ്റ്റ്. മോളെ സ്വാതി, എന്താ ഇത്? എന്നെ വിടാൻ. കാര്യം എന്താന്ന് പറയാൻ നിന്നെ ഞാൻ വിടില്ല. എന്താ കാര്യമെന്ന് സഞ്ജുവിന് അറിയണോ അല്ലേ? ഇതാ കണ്ടോ? അയ്യോ, സ്വാതി, വരരുത്, ആരും എന്നോടൊപ്പം വരരുത്. വന്നാ ഞാൻ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. തീ കൊളുത്തിയ കമ്പത്തിന് തീ പടർന്നു കഴിഞ്ഞു. ഇനി മംഗലശ്ശേരിയിൽ വെടിക്കെട്ടിന്റെ പൊടിപൂരം. സഞ്ജു എനിക്ക് വാക്ക് തന്നിട്ട് അവസാന നിമിഷം
അവൾ ഏൽപ്പിച്ച ഡ്രസ്സും ധരിച്ചിറങ്ങി വന്നു. അവളുടെ മുഖത്തെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. സഞ്ജുവിന് വേണ്ടതോ അത് തന്നെയാ. അവളുടെ മുന്നിൽ വെച്ച് സഞ്ജു എന്നെ അപമാനിച്ചു. സഞ്ജുവിന്റെ ആരാ അവള്? അവള് പറഞ്ഞ് സഞ്ജുവിനിപ്പോ അവള് ഭാര്യയായി തോന്നിട്ടുണ്ടാവും. സഞ്ജു അവൾക്കൊപ്പം തന്നെ ജീവിക്കട്ടെ. ഞാൻ ഒഴിഞ്ഞു കൊടുത്തേക്കാം. എന്തിനീ വേഷം കെട്ടി ഞാനിവിടെ കഴിയണം? അയ്യോ, ചേച്ചി എന്തേ കാണിക്കുന്നേ? ചേച്ചി പിണങ്ങി പോവാണോ? എനിക്കൊരു വീടുണ്ട്, പിന്നെ ഞാൻ എന്തിനിവിടെ നിൽക്കണം? ചേച്ചി സങ്കടപ്പെട്ട് പിണങ്ങി പോവാൻ മാത്രം എന്ത് കാര്യം ഇവിടെ ഉണ്ടായത്? ചേച്ചിയല്ലേ പെട്ടെന്ന് കേക്കെടുത്ത് സഞ്ജുവേട്ടന് നേരെ എറിഞ്ഞത്. അങ്ങനെ ചെയ്യാനുള്ള കാരണം എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ ചെയ്യുന്നതൊക്കെ നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാ? ഇനി ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നില്ല. ചിലർക്കൊക്കെ അതൊരു അസൗകര്യാവും. എന്നെ സഞ്ജുവേട്ടൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയ അന്നു മുതല് ഞാൻ ശ്രദ്ധിക്കുന്നതാ ചേച്ചിക്ക് എന്നോടുള്ളൊരു അകൽച്ചയും വെറുപ്പും. ഞാൻ എന്ത് ദ്രോഹ ചേച്ചിയോടും ചേച്ചിയുടെ വീട്ടുകാരോടും ചെയ്തത് ഒന്ന് പറഞ്ഞതാ. ചേച്ചി ഒരാളിന്റെ ഭാര്യയല്ലേ? ഒരു ഭാര്യയുടെ വേദന ചേച്ചിക്കും അറിയാവുന്നതല്ലേ? ആ വേദന ആവോളം അറിയാവുന്നവളെ തന്നെയാ ഞാൻ. സഞ്ജുട്ടാ, ചേച്ചിയോട് പോവരുതെന്ന് പറ. സ്വാതി, നീ പോരുത്. നാണമുണ്ടോ എന്നോട് പോകരുതെന്ന് പറയാൻ? സ്വാതി, തൊട്ട് പോകരുതെന്നെ. ഇനി എന്നെ മണ്ടിയാക്കാൻ ആർക്കും കഴിയില്ല. മുന്നീന്ന് മാറ. മാറാനാ പറഞ്ഞത്. സ്വാതി, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.